ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും M4Tech സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കേക്കാണ്. നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ഒരു കേക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് നമ്മൾ പൊടിച്ചെടുക്കാൻ പോവാണ്. ആദ്യത്തെ റൗണ്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ ഇതിൽ മിക്സ് ചെയ്യാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ഈ ഒരു അളവിൽ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡറാണ് വേണ്ടത്. ഈ ഒരു അളവിൽ മതിയാവും. 2 മുട്ട വേണം. ഇതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ എടുത്താൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാലൊക്കെ നമ്മൾ നോക്കി ഒഴിച്ചു കൊടുക്കുക. കൂടാനും കുറയാനും പാടില്ല. കണ്ടോ, ഏകദേശം ഈ ഒരു അളവ്. കേക്കിൻ്റെ ബാറ്റർ നമ്മൾ സെറ്റ് ആകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 8 മണിക്കൂർ നമ്മൾ സെറ്റിംഗ് ടൈം ഉണ്ട്. അപ്പോൾ നമ്മുടെ പാത്രമൊക്കെ ഒരു ഇതം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ മണലിട്ട് കൊടുക്കാൻ പോവാണ്. ഇനി മണ്ണ് നമുക്കൊന്ന് ചൂടായി വരണം. അങ്ങനെ നമ്മുടെ പാത്രത്തിൽ നമ്മൾ ബട്ടർ തേച്ചെടുത്തു. ഇനി നമ്മളിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിക്കാൻ പോവാണ്. മുകളിൽ വെച്ച് വെക്കാം. 20 മിനിറ്റ് നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 2 കേക്ക് സെറ്റായി. പൊന്തി വന്ന പോർഷൻ നമുക്ക് കട്ട് ചെയ്തല്ലേ. നമുക്ക് ക്രീം ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ക്രീം അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നുറുക്കി വെച്ചാൽ ഓറിയോ ബിസ്ക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. കേക്കിൻ്റെ നടുക്കുള്ള ക്രീം അങ്ങോട്ട് തേച്ച് കൊടുക്കാം. അടുത്ത ലെയർ കേക്കിൻ്റെ മുകളിലേക്ക് കയറ്റി വയ്ക്കുകയാണ്. സൈഡിൽ ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പോലെ ഓറിയോ ഒന്ന് എഴുതി കൊടുക്കാണ്. അപ്പോൾ നമ്മുടെ കേക്ക് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്യാൻ പോവാണ്. കേക്ക് ടേസ്റ്റ് വൈസ് കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്.